ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചൈനീസ് ആണ്. ചൈനീസ് ലാംഗ്വേജ്. നമ്മുടെ മുൻപുള്ള ചില ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും. ചില അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഫ്രേസുകളാണ് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ ചൈനീസ് ഭാഷ എങ്ങനെയാണ് ചൈനീസ് അക്ഷരക്രമങ്ങൾ, ചൈനീസ് വേർഡ്സ് എങ്ങനെയാണ് രൂപപ്പെട്ടു വരാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഹായ് പെങ് യോമൻ, ഹായ് പെങ് യോമൻ, ഹായ് സുഹൃത്തുക്കളെ. ജിന്തിയ വോമൻ ഷുവേഷി ചോങ്വൻ. നമ്മൾ ഇന്ന് ചൈനീസ് ഭാഷ പഠിക്കാൻ പോവുകയാണ്. ജിന്തിയ വോമൻ ഷുവേഷി ഷിപ്പിംഗ്. നമ്മളിന്ന് കുറച്ച് ഓർണമെൻറ്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ചൈനയിൽ ഏതെങ്കിലും ജ്വല്ലറിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മലേഷ്യ, സിംഗപ്പൂർ, അതുപോലെയുള്ള കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, ഇവിടെയൊക്കെ ചൈനീസ് ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ചൈനീസ് കസ്റ്റമേഴ്സും ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൈനീസ് പഠിക്കുന്നത് നമുക്ക് വരുന്ന നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് ഒരു ആശയവിനിമയം നടത്താൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗം എന്നുള്ള നിലയ്ക്കാണ്. കാരണം ചൈനീസ് വംശജർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരുടെ ഭാഷയാണ്. അതുകൊണ്ട് അവർ അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു, അവരുടെ ഭാഷയിൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു, അവരുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഭാഷ പഠിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ലാംഗ്വേജിൽ തന്നെ നമുക്ക് അവരെ അറ്റൻഡ് ചെയ്യാം. ചൈനീസ് സംസാര ഭാഷയെ ഹാൻയു എന്ന് പറയുന്നു. ഹാൻയു എന്നും പിൻയിൻ എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഹാൻയു എന്ന വാക്കിൻ്റെ അർത്ഥം ഹാൻ വംശജർ അല്ലെങ്കിൽ ഹാൻ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്ന മീനിങ്ങാണ് അതിന് വരുന്നത്. അതുപോലെ പിൻയിൻ എന്ന് പറയാൻ കാരണം ചൈനീസ് ഭാഷ റോമൻ ലെറ്ററുകളിൽ എഴുതുന്നുണ്ട്. ചൈനീസ് ഭാഷ മറ്റുള്ള വിദേശികൾക്ക് വേണ്ടിയിട്ട്, പാശ്ചാത്യർക്ക് വേണ്ടിയിട്ടൊക്കെ ചൈനീസ് ഭാഷ റോമൻ ലെറ്ററുകളിൽ എഴുതാറുണ്ട്. റോമൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഇംഗ്ലീഷ്, അതേപോലെ സ്പാനിഷ്, അതേപോലുള്ള യൂറോപ്യൻ ഭാഷകളേക്ക് നമുക്ക് റോമൻ അക്ഷരമാലാ ക്രമങ്ങളിൽ വരുന്ന ഭാഷകളാണ്. അപ്പോൾ അങ്ങനെ എഴുതുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചൈനയിൽ അല്ലെങ്കിൽ സിംഗപ്പൂർ, മലേഷ്യ ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്ഥലങ്ങളുടെ പേരുകൾ, അതേപോലെ ഉള്ള ഷോപ്പുകളുടെ പേരുകൾ, അതേപോലെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് കാണേണ്ട ചില സ്ഥലങ്ങൾ, ഇതൊക്കെ ചൈനീസ് ഭാഷയിലും എഴുതിയിട്ടുണ്ടാവും. അതേപോലെ ഈ പിൻയിൻ, അതായത് ഒരു റോമൻ ലെറ്ററിൽ ചൈനീസ് ഭാഷ എഴുതുന്ന ഒരു രീതി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വായിക്കാനും മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. കാരണം ചൈനീസ് ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു ആശയങ്ങളുടെ കൂട്ടം, അതാണ് ചൈനീസ് ഭാഷ. ഒരു ആശയത്തിന് ഒരു സിമ്പൽ, അതാണ് ചൈനീസ് ഭാഷയുടെ മുഖമുദ്ര. അപ്പോൾ നമുക്ക് ചൈനീസ് ഭാഷ സംസാരിക്കാൻ, ചൈനീസ് ഭാഷ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലെ പിൻയിൻ രീതിയിലുള്ള ഒരു അക്ഷരക്രമമാണ് ഏറ്റവും നല്ലത്. മാൻഡറിൻ ആണ് ചൈനയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. മാൻഡറിൻ എന്നാണ് അതിന് പറയുന്നത്, ഒഫീഷ്യൽ ലാംഗ്വേജ്. അതായത് ചൈനീസ് ഭാഷയ്ക്ക് ഒരുപാട് ഡയലക്റ്റുകളുണ്ട്. ആ ഡയലക്റ്റുകളിൽ മെയിനായിട്ടുള്ളൊരു ഡയലക്റ്റാണ് മാൻഡറിൻ. ഏതാണ്ട് 70% ആളുകൾ മാൻഡറിൻ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഏതാണ്ട് 85 കോടിയോളം ആളുകളാണ് മാൻഡറിൻ ഡയലക്റ്റ് സംസാരിക്കുന്നത്. മാൻഡറിൻ ഭാഷയ്ക്ക് ചൈനീസ് ലാംഗ്വേജിൽ പൂതോങ് ഹ്വ എന്നും പറയും. ചൈനീസ് ഭാഷയുടെ, അതായത് ഹാൻയു എന്നാണ് പറയുക, നമ്മൾ മുന്നേ പറഞ്ഞു. ഹാൻയുവിൻ്റെ, അതായത് ചൈനീസ് ഭാഷയുടെ മറ്റുള്ള വകഭേദങ്ങൾ, മറ്റുള്ള ഡയലക്റ്റുകൾ നമുക്ക് നോക്കാം. മറ്റുള്ള ഡയലക്റ്റുകളാണ് മെയിനായിട്ട് വരുന്ന ഡയലക്റ്റാണ് കാന്റണീസ്, അതായത് യുഎ എന്ന് പറയും. ഷിയാൻ, ഹുനാനീസ് എന്നും പറയും. പിന്നെ മിൻ ഡയലക്റ്റ്, ഗാൻ ഡയലക്റ്റ്, വു ഡയലക്റ്റ്, പിന്നെ കെജിയോ ഓർ ഹക ഡയലക്റ്റ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡയലക്റ്റ് സംസാരിക്കുന്ന ആളുകളാണ് ചൈനയിൽ ഉള്ളത്. ചൈനീസ് ഭാഷയുടെ വകഭേദങ്ങളാണ് ഇപ്പോൾ പറഞ്ഞതൊക്കെ. ചൈനീസ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മാൻഡറിനാണ്. അതായത് 70% ആൾക്കാർ സംസാരിക്കുന്ന മാൻഡറിൻ. അപ്പോൾ ആ മാൻഡറിനാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ചൈനീസ്. ഇംഗ്ലീഷോ സ്പാനിഷോ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ, അതായത് 100 കോടിയിലധികം ആളുകൾ. ചൈനീസ് പോപ്പുലേഷൻ നമുക്കറിയാലോ, 140 കോടിയിലധികം ജനങ്ങളാണ് ചൈനീസ് പോപ്പുലേഷൻ. അത്രയും ബൃഹത്തായ ഒരു ജനസമൂഹം സംസാരിക്കുന്ന ഭാഷയായതുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന ഖ്യാതി ചൈനീസ് ഭാഷയ്ക്ക് വന്നത്. അപ്പോൾ ഇത്രയാണ് ചൈനീസ് ഭാഷയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മളൊരു ജ്വല്ലറിയിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു ജ്വല്ലറിയിൽ നമ്മൾ സെയിൽസ്മാനായിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചൈനീസ് ഭാഷയിൽ ആണ്. ഇപ്പോൾ നമ്മൾ സിംഗപ്പൂരിൽ അല്ലെങ്കിൽ മലേഷ്യയിൽ നമ്മളൊരു ജ്വല്ലറിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ചൈനീസ് വംശജനാണ് നമ്മൾ കസ്റ്റമറായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ആശയവിനിമയം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൈനീസ് ഭാഷ നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്.
ചൈനീസ് ഭാഷയിൽ കുറച്ച് ഓർണമെൻറ്റ്സ്, കുറച്ച് ജ്വല്ലറീസ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. നമുക്ക് കുറച്ച് ചൈനീസ് ഭാഷയിലെ കുറച്ച് ജ്വല്ലറീസ്, കുറച്ച് ഓർണമെൻറ്റ്സ് നമുക്ക് പഠിക്കാം. ഷോ ഴുവോ, ഷോ ഴുവോ, ഷോ ഴുവോ. ഷോ ഴുവോ, ഷോ ഴുവോ. ചൈനീസ് പറഞ്ഞാൽ ബാംഗിൾസ്, ബാംഗിൾസിനാണ് ഷോ ഴുവോ, ഷോ ഴുവോ, ബാംഗിൾസ്. ഷിയാൻ ലിയാൻ, ഷിയാൻ ലിയാൻ, ഷിയാൻ ലിയാൻ, ഷിയാൻ ലിയാൻ. ലിയാൻ എന്ന് പറഞ്ഞാൽ ചെയിൻ, അതായത് കഴുത്തിലിടുന്ന ചെയിനാണ് ലിയാൻ എന്ന് പറയുന്നത്. ലിയാൻ. നെക്ലേസിനെയാണ് ഷിയാൻ ലിയാൻ എന്ന് ചൈനീസ് പറഞ്ഞാൽ നെക്ലേസ്, ഷിയാൻ ലിയാൻ. എഴ്ഹുവ, എഴ്ഹുവ, എഴ്ഹുവ എന്ന് പറഞ്ഞാൽ കമ്മൽ, സ്റ്റഡ്, ഹാങ്ങിങ്. അതായത് കമ്മലുകൾക്കാണ് നമ്മൾ ചൈനീസ് ഭാഷയിൽ എഴ്ഹുവാൻ, എഴ്ഹുവാൻ. എഴ്ഹുവാൻ ഇയറിങ്സ്, കമ്മലിനെയാണ് ചൈനീസ് ഭാഷയിൽ എഴ്ഹുവാൻ. ജിയേജി, ജിയേജി, ജിയേജി എന്ന് പറഞ്ഞാൽ റിംഗ്, റിങ്ങിനാണ് ജിയേജി എന്ന് പറയുന്നത്. ജിയേജി റിംഗ്. ജിയാവോ ലിയാൻ, ജിയാവോ ലിയാൻ. ജിയാവോ ലിയാൻ എന്ന് പറഞ്ഞാൽ ആംഗ്ലറ്റ്, അതായത് പാദസരം. ആംഗ്ലറ്റിനാണ് ജിയാവോ ലിയാൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ലിയാൻ ചെയിൻ ആണ്. ഈ ചെയിൻ തന്നെ പല രൂപത്തിൽ വരുന്നതാണ്, ആംഗ്ലറ്റായും ബ്രേസ്ലെറ്റായൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ഓർണമെന്റ്സിന്റെ ചെയിൻ സംബന്ധമായ എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും അതിൻ്റെ കൂടെ ലിയ എന്ന പദം വന്നിരിക്കും. ജിയാവോ ലിയാൻ. ജിയാവോ എന്ന് പറഞ്ഞാൽ പാദങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ജിയാവോ പാദങ്ങൾ. ഗുവാ ജുയ് ഹെ, ഗുവാ ജുയ് ഹെ, ഗുവാ ജുയ് ഹെ എന്ന് പറഞ്ഞാൽ ലോക്കറ്റ്.
ഗുവ ജുയ് ഹെ. ഗുവ ജുയ് ഹെ ലോക്കറ്റിനെയാണ് നമ്മൾ ചൈനീസ് ഭാഷയിൽ ഗുവ ജുയ് ഹെ എന്ന് പറയുന്നത്. ലാവോ ദെ. ലാവോ ദെ. ലാവോ ദെ എന്ന് പറഞ്ഞാൽ പഴയത്, ഓൾഡ് എന്നാണ് അതിന്റെ മീനിങ്. ലാവോ ദെ. ലാവോ ദെ എന്ന് പറഞ്ഞാൽ ഓൾഡ്, പഴയത്. ഇത് ജിൻസി. ജിൻസി. ജിൻസി എന്ന് പറഞ്ഞാൽ സ്വർണം. ജിൻസി എന്ന് ചൈനീസ് ഭാഷയിൽ പറഞ്ഞാൽ സ്വർണം, ഗോൾഡിനെയാണ് ജിൻസി. ഷിൻഡെ. ഷിൻഡെ എന്ന് പറഞ്ഞാല് പുതിയത്. ഷിൻഡെ എന്ന് പറഞ്ഞാല് പുതിയത്. ഷിൻഡെ. ഷിൻഡെ ജിൻസി എന്ന് പറഞ്ഞാല് പുതിയ സ്വർണം. ഷിൻഡെ ജിൻസി, പുതിയ സ്വർണം. അപ്പൊ നമ്മൾ പഴയ സ്വർണത്തിന് എന്ത് പറയും? ലാവോദ് ജിൻസി, പഴയ സ്വർണം. ലാവോദ് ജിൻസി, പഴയ സ്വർണം. ന്യൂ. ഷിൻഡ്, ന്യൂ, പുതിയത്. സ്വാൻഷി. സ്വാൻഷി. സ്വാൻഷി എന്ന് പറഞ്ഞാൽ ഡയമണ്ട്സ്. ഡയമണ്ട്സിനെയാണ് സ്വാൻഷി എന്ന് പറയുന്നത്. സ്വാൻഷി. വജ്രം. സ്വാൻഷി, വജ്രം. ഷിത്തോ. ഷിത്തോ. ഷിത്തോ എന്ന് പറഞ്ഞാല് കല്ല്. കല്ല്, അതായത് രത്നക്കല്ലുകളെയാണ് ഷിത്തോ എന്ന് പറയുന്നത്. കല്ല്, ഷിത്തോ. സ്റ്റോൺ. സ്റ്റോൺ, ഷിത്തോ. ബൗഷി. ബൗഷി. ബൗഷി എന്ന് പറഞ്ഞാല് പ്രഷ്യസ് സ്റ്റോൺസിനെയാണ് ബൗഷി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഷി വരുമ്പോൾ നമ്മൾ ഡയമണ്ടിന് നമ്മൾ എന്താണ് പറഞ്ഞത്? സ്വാൻഷി. സ്വാൻഷി എന്നാണ് നമ്മൾ ഡയമണ്ടിന് പറഞ്ഞത്. അതായത് സ്റ്റോൺ സംബന്ധമായ എന്തിനും നമ്മൾ ഷി എന്നാണ് പറയുന്നത്. ഇവിടെ പ്രഷ്യസ് സ്റ്റോൺസ്, അതായത് അമൂല്യമായ രത്നങ്ങൾ. ചൈനീസ് ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ച് ഞാൻ ആദ്യം ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ലെറ്റർ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറഞ്ഞാൽ സ്റ്റോൺ, അതായത് നമ്മൾ സാധാരണ സ്റ്റോൺ ഒരു കല്ലിൻ്റെ ആകൃതി. ഈ കല്ലിൻ്റെ ആകൃതിയാണ് ഒരു ലെറ്ററിൽ പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെയാണ് ചൈനീസ് ഭാഷയുടെ, ചൈനീസ് ലെറ്റേഴ്സിൻ്റെ ഉത്ഭവം. ഈ ഓരോ ചിഹ്നത്തിനും ആ അർത്ഥവുമായിട്ട് ബന്ധമുണ്ടായിരിക്കും.
ബിജിയ, 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 അതായത് നോസ് പിൻ. മൂക്കുത്തിക്കാണ് ബിജിയ എന്ന് പറയുന്നത്. ബിജിയ എന്ന് പറഞ്ഞാൽ നോസ് പിൻ. ഷോ, ഷോ ലിയാൻ, ഷോ ലിയാൻ. ഈ വാക്ക് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. ഷോ, ഷോ ജുവോ, ഷോ ജുവോ. ബാംഗിളിന് നമ്മൾ പറഞ്ഞത് ഷോ ജുവോ എന്നാണ്. അപ്പൊ ഇവിടെ ഷോ എന്നുള്ളതിന്റെ അർത്ഥം കൈ എന്നാണ് അർത്ഥം. കൈക്ക് ഉപയോഗിക്കുന്ന ആഭരണം എന്ന നിലയിലാണ് ബാംഗിൾ ഷോ ജുവോ വരുന്നത്. ഇവിടെ ഷോ ലിയാൻ, ലിയാൻ നമ്മൾ നേരത്തെ പഠിച്ചു. ചെയിൻ എന്നാണ് ലിയാൻ എന്നതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? ഷോ ലിയാൻ, കൈ ചെയിൻ, അതായത് ബ്രേസ്ലെറ്റിനാണ് ഷോ ലിയാൻ എന്ന് പറയുന്നത്. ഷോ ലിയാൻ എന്ന് പറഞ്ഞാൽ ബ്രേസ്ലെറ്റ്. ഷോ ലിയാൻ, ബ്രേസ്ലെറ്റ്. യാവ് ലിയാൻ, യാവ്, യാവ് ലിയാൻ, യാവ് ലിയാൻ എന്ന് പറഞ്ഞാൽ, ലിയാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു. ചെയിനാണ് ലിയാൻ എന്ന് പറയുന്നത്. അപ്പൊ യാവ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, അതായത് നമ്മുടെ അരക്കെട്ടിനെയാണ് യാവ് എന്ന് പറയുന്നത്. യാവ് ലിയാൻ, വേസ്റ്റ് ചെയിൻ, വേസ്റ്റ് ചെയിൻ. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ അരഞ്ഞാണം. യാവ് ലിയാൻ, വേസ്റ്റ് ചെയിൻ, അരഞ്ഞാണം. ജി ഹ്വാൻ, ജി ഹ്വാൻ, ജി ഹ്വാൻ എന്ന് പറഞ്ഞാൽ ഫിംഗർ റിംഗ്, ഫിംഗർ റിംഗ്. ജി എന്ന് പറഞ്ഞാൽ ഫിംഗർ എന്നാണ് മീനിങ്. ജി ഹ്വാൻ, ഫിംഗർ റിംഗ്. നമ്മൾ മലയാളത്തില് മോതിരം എന്ന് പറയുന്നത്. ജി ഹ്വാൻ, ഫിംഗർ റിംഗ്. ദ്വാൻജി ജി ഹ്വാൻ എന്ന് പറഞ്ഞാലോ? ദ്വാൻജി ജി ഹ്വാൻ, ഡയമണ്ട് റിംഗ്. ദ്വാൻജി, ദ്വാൻജി ജി ഹ്വാൻ എന്ന് പറഞ്ഞാൽ ഡയമണ്ട് റിംഗ്. ജിൻസി ജി ഹ്വാൻ, ജിൻസി ജി ഹ്വാൻ, ജിൻസി ജി ഹ്വാൻ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ മോതിരം. ഇത് ബോ, ബോ. ബോ എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം, ബോ എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം. അപ്പോൾ നമ്മൾ ബോ ജി ഹ്വാൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാറ്റിനം റിംഗ്. ബോ ലൗദ്, ബോ ലൗദ്, ഓൾഡ് പ്ലാറ്റിനം, പഴയ പ്ലാറ്റിനം. ബോ ഷിന്ത്, ബോ ഷിന്ത് എന്ന് പറഞ്ഞാൽ പുതിയ പ്ലാറ്റിനം. ബോ എൽഹ്വാൻ, ബോ എൽഹ്വാൻ എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനത്തിന്റെ കമ്മല്. ജിൻസി എൽഹ്വാൻ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ കമ്മലുകൾ. ജിൻസി എൽഹ്വാൻ, സ്വർണത്തിന്റെ കമ്മലുകൾ. ജിൻസി ലൗദ് എന്ന് പറഞ്ഞാൽ പഴയ സ്വർണം. ജിൻസി ലൗദ്, പഴയ സ്വർണം. ഷിന്ത് ജിൻസി എന്ന് പറഞ്ഞാൽ
പുതിയ സ്വർണം. ഷിൻഡ് ജിൻസി എന്ന് പറഞ്ഞാൽ പുതിയ സ്വർണം. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ വാചകങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ബവോഷി എഹ്വാൻ, ബവോഷി എഹ്വാൻ, പ്രഷ്യസ് സ്റ്റോണിന്റെ കമ്മല്. ജിൻസി ഷിയാങ്ലിയാൻ, ജിൻസി ഷിയാങ്ലിയാൻ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ നെക്ലസ്. ജിൻസി ഷിയാങ്ലിയാൻ, സ്വർണത്തിന്റെ നെക്ലസ്. ഷിയാങ്ലിയാൻ ബോ, ഷിയാങ്ലിയാൻ എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനത്തിന്റെ നെക്ലസ്. ബോ ഷിയാങ്ലിയാൻ, പ്ലാറ്റിനത്തിന്റെ നെക്ലസ്. ജിൻസി ഷിയാങ്ലിയാൻ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ നെക്ലസ്. ജിൻസി ഷോജുവോ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ വളകൾ. ജിൻസി ഷോജുവോ. ഷിൻഡ് ജിൻസി ഷുവോജുവോ, ഷിൻഡ് ജിൻസി ഷുവോജുവോ എന്ന് പറഞ്ഞാൽ പുതിയ സ്വർണത്തിന്റെ വളകൾ. ലാവോദ് ജിൻസി ഷുവോജുവോ, ലാവോദ് ജിൻസി ഷോജുവോ, ലാവോദ് ജിൻസി ഷോജുവോ എന്ന് പറഞ്ഞാൽ പഴയ സ്വർണത്തിന്റെ വളകൾ. ദ്വാൻഷി ഷോജുവോ, ദ്വാൻഷി ഷോജുവോ എന്ന് പറഞ്ഞാൽ ഡയമണ്ടിന്റെ വളകൾ. ഷിയാങ്ലിയാൻ, ദ്വാൻഷി ഷിയാങ്ലിയാൻ എന്ന് പറഞ്ഞാൽ ഡയമണ്ടിന്റെ നെക്ലസ്. ദ്വാൻഷി ഷിയാങ്ലിയാൻ, ഡയമണ്ട് നെക്ലസ്. ബോ ഷിയാങ്ലിയാൻ, ബോ ഷിയാങ്ലിയാൻ എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനത്തിന്റെ നെക്ലസ്. ഇത്രയും വേർഡുകൾ നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷി. താങ്ക് യു.